നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു തീർത്തതുപോലെ ഒരു മെനു എഫക്റ്റോട് കൂടിയിട്ടൊരു പവർ പോയിന്റ് 4 പോയിന്റിലുള്ള ഒരു പവർ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെനു ഓപ്പൺ ആവുകയും അതിൻ്റെ കൺസേൺ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഓപ്പൺ ആവുകയും ചെയ്യുന്ന തരത്തിൽ എങ്ങനെയാണ് ഒരു സ്ലൈഡിംഗ് മെനു നമ്മൾ പവർ പോയിന്റിൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളൊരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുകയാണ്. ബ്ലാങ്ക് പ്രസന്റേഷൻ സെലക്ട് ചെയ്തു. നമുക്ക് ഷേപ്പിൽ നിന്നും ഒരു റെക്ടാങ്കിൾ ഷേപ്പ് എടുത്ത് ഇതിനെ ഒന്ന് കവർ ചെയ്യാം. നമുക്ക് ഷേപ്പ് കളറ് ഒരു ഗ്രേ കളറായും ഔട്ട്ലൈൻ നോ ഔട്ട്ലൈൻ ആയിട്ടും വയ്ക്കാം. ശേഷം വീണ്ടും നമ്മൾ ഷേപ്പിൽ നിന്നും റൗണ്ടഡ് കോർണർ ആയിട്ടുള്ള റെക്ടാങ്കിൾ എടുക്കുന്നു. ഇവിടെ ഒരു ഷേപ്പ് നമ്മൾ വരയ്ക്കുകയാണ്. ഷേപ്പിൻ്റെ ഹൈറ്റ് നമ്മൾ 5 പോയിന്റ് ആയും വിഡ്ത്ത് നമ്മൾ 2 പോയിന്റ് ആയിട്ടും സെറ്റ് ചെയ്യുന്നു. ഇത് നമുക്കൊന്ന് കറക്റ്റ് റൗണ്ടിലേക്ക് വയ്ക്കുകയുമാവാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ ചെയ്തു. ഇനി ഈ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം 1 2 3 നമ്മൾ 4 എണ്ണമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ കോപ്പി എടുക്കുന്നു. നമ്മളത് പുറത്ത് ആക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇത് 4ഉം സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിലെ അറേഞ്ച് ഐക്കണിൽ നിന്ന് അലൈൻ എന്നുള്ളത് അലൈൻ ടു സ്ലൈഡ് ആക്കുക. അലൈൻ എന്നുള്ളത് വീണ്ടും സെലക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ സ്ലൈഡിൻ്റെ 4 വശത്തേക്ക് അത് മാറ്റി കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് ആദ്യം വലിയ റെക്റ്റാങ്കിളും ശേഷം ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് 4 റെക്റ്റാങ്കിളുകളും സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റിൽ മെർജ് ഷേപ്പ് എടുത്ത് സബ്സ്ട്രാക്ട് കൊടുക്കുക. ഇപ്പം അത് ഇത്തരത്തിൽ വന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ പുറത്തേക്ക് തള്ളി വെച്ചത് അകത്തേക്ക് തന്നെ എടുക്കുകയാണ്. ഇവിടെ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് സ്ലൈഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ വലിപ്പം അല്പം കൂട്ടാം. അതിൻ്റെ ഒരു കോപ്പി കൂടി എടുത്തതിന് ശേഷം നമ്മളത് കറക്റ്റ് റൗണ്ട് തന്നെ ആക്കുകയാണ്. ടു പോയിന്റ് 2 തന്നെ ആക്കിയിട്ട് വയ്ക്കാം. ശേഷം നമ്മളത് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുന്നു. അതിൻ്റെ കളർ നമുക്ക് വൈറ്റ് ആക്കാം. ഷേപ്പ് എഫക്റ്റിൽ നിന്ന് നമ്മൾ ഒരു ഷാഡോ എഫക്റ്റ് നൽകുകയും ചെയ്യുന്നു. പുറത്തെ ആ ഒരു വലിയ റൗണ്ടഡ് കോർണർ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് നമ്മളതിൽ ഷേപ്പ് ഫില്ലിൽ ഗ്രേഡിയൻ കളറ് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഓപ്ഷനിലേക്ക് വരാം. ഫിൽ ഓപ്ഷനിൽ ഗ്രേഡിയൻ്റ് അതിൽ നമുക്ക് 4 പോയിന്റ് ഒന്നും ആവശ്യമില്ല. നമുക്ക് 2 പോയിന്റ് മതി. അതിൽ ഇവിടെ നമുക്ക് വൈറ്റായും ഇവിടെ നമുക്ക് ഒരു ഈ കളർ കൊടുക്കാം. നമുക്കിതൊന്ന് നടുക്കിലേക്ക് വയ്ക്കാം. ഈ വിധത്തിൽ നമ്മളത് സെറ്റ് ചെയ്തു. ഒന്നുകൂടെ നമുക്ക് ഭംഗിയാക്കേണ്ടതുണ്ട്. അതിലേക്കായിട്ട് നമ്മളത് ഈ വിധത്തിൽ ആണ് സെറ്റ് ചെയ്യുന്നത്. ഇൻസേർട്ടിൽ നിന്ന് ഐക്കൺ സെലക്ട് ചെയ്യുന്നു. നമുക്കിവിടെ ഒരു ഐക്കൺ ആവശ്യമാണ്.
ഈ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ ഇൻസേർട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ വലുപ്പം നമ്മളൊന്ന് കുറച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൺട്രോൾ ജിയിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ശേഷം നമ്മളത് താഴേക്ക് കൊണ്ടുവരികയാണ്. അറേഞ്ച് ഐക്കണിൽ നിന്ന് നമ്മൾ സെൻഡ് ടു ബാക്ക് കൊടുത്തു. ഇപ്പോൾ അത് കറക്റ്റ് അവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഷേപ്പ് ഫോർമാറ്റിൽ നമുക്കൊരു എഫക്റ്റ് കൊടുക്കാം, ഒരു ഷാഡോ എഫക്റ്റ്. നമ്മൾ അതിൻ്റെ എഫക്റ്റ് ഓപ്ഷനിൽ നിന്ന് ആംഗിൾ ഒന്ന് മാറ്റുന്നുണ്ട്. ഈ ഒരു എഫക്റ്റ് നമ്മൾ വെച്ചു. ശരി, ഇനി നമ്മൾ ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. ആനിമേഷനിൽ നിന്ന് മോഷൻ പാത്ത് എടുത്ത് അപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. കുറച്ചധികം അത് ഉണ്ട്, നമുക്കതൊന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്ത് ഇത്രയും മതി. എഫക്റ്റ് നമുക്ക് വിത്ത് പ്രീവിയസ് കൊടുക്കാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ വെച്ചു. ശേഷം നമ്മളത് സെലക്ട് ചെയ്ത് ഇവിടെ, ശേഷം അത് സെലക്ട് ചെയ്ത് ഇവിടെ. ഇത് സെൻഡ് ടു ബാക്ക് കൊടുക്കാം. ഇവിടെയും സെൻഡ് ടു ബാക്ക്, ഇവിടെയും സെൻഡ് ടു ബാക്ക്. നമുക്ക് അനിമേഷൻ എഫക്റ്റ് എടുത്ത് വിത്ത് പ്രീവിയസ് മാറ്റി ഓൺ ക്ലിക്ക് ആക്കാം. ഓൺ ക്ലിക്ക്, ഓൺ ക്ലിക്ക്. നമുക്ക് ഇതൊരൽപ്പം താഴാനുണ്ട്. ഇവിടെ ഒരൽപ്പം പൊന്തി നിൽക്കേണ്ടതുണ്ട്. നമുക്കിതിൻ്റെ ഇന്നർ കളർ ഒന്ന് മാറ്റേണ്ടതുണ്ട്. ഇത് മാറ്റി നമുക്കിവിടെ റെഡ് ആക്കാം. ഇവിടെ നമുക്ക് മറ്റൊരു നിറം വയ്ക്കാം. ഇവിടെയും നമുക്ക് മറ്റൊരു നിറമാണ് ആവശ്യം. ഇനി നമുക്ക് ഐക്കൺ കൂടെ ഒന്ന് മാറ്റേണ്ടതുണ്ട്. ഐക്കൺ സെലക്ട് ചെയ്ത് വീണ്ടും നമ്മൾ 4 ഐക്കൺ കൂടെ 3 ഐക്കൺ കൂടെ നമുക്ക് ആവശ്യമാണ്. ഒന്ന് ഇത്, ഇത്, മറ്റൊന്ന് ഈ ഐക്കൺ നമ്മൾ മാറ്റി അവിടെ ഈ ഐക്കൺ കൊണ്ടുവച്ചു. ഈ ഐക്കൺ നമ്മൾ മാറ്റി അവിടെ നമ്മൾ ഈ ഐക്കൺ കൊണ്ടുവച്ചു. ഇവിടെയും നമ്മൾ ഐക്കൺ ചേഞ്ച് ചെയ്യുകയാണ്. ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഐക്കൺ എടുത്ത് അതിൽ വെച്ചു.
ശരി, നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. സെൻഡ് ടു ബാക്ക് കൊടുക്കാം. ഇതിൽ അനിമേഷൻ പാനലിൽ വന്ന് നമ്മൾ അനിമേഷൻ പെയിൻറ്റർ എടുത്ത് ഇതിൽ അനിമേഷൻ കൊടുക്കുന്നു. ആ അനിമേഷൻ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അതേ അനിമേഷൻ നമ്മൾ ഇവിടെയും കൊടുക്കുന്നു. നമുക്കിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കത് പ്ലേ ആവുന്നുണ്ട്. നമുക്ക് അത് കൃത്യമായിട്ട് പ്ലേ ആവുന്നുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ആണ് വേണ്ടത്. നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. ഇവിടെ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുകയാണ്. യുവർ ഡാറ്റ ഹിയർ. നമ്മളത് സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചു. അതിൻ്റെ ടെക്സ്റ്റ് കളറ് നമ്മൾ ബ്ലൂ ആയിട്ട് വെച്ചു. നമ്മളിത് കോപ്പി ചെയ്ത് ഇവിടെ സെൻറ്ററിൽ, അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ സെൻറ്ററിൽ, ഇവിടെയും സെൻറ്ററിലാണ്. ഇവിടെ നമ്മൾ കളറ്, ടെക്സ്റ്റ് കളർ വെക്കുന്നത് റെഡാണ്. ഇവിടെ നമുക്ക് വെക്കേണ്ടത് താഴെ മെനുവിൽ തന്നെ കൊടുത്തിട്ടുള്ള സിയാനാണ്. ഇവിടെ നമുക്ക് യെല്ലോ ആണ്. ഇവിടെ നമുക്ക് ഒരു എഫക്റ്റ് കൊടുക്കണം. അനിമേഷനിൽ നിന്ന് ഫ്ലൈ ഇൻ എഫക്റ്റ്. ഇത് നമുക്ക് ആഫ്റ്റർ പ്രീവിയസ് ആണ്. അനിമേഷൻ പെയിനിൽ വന്നതിന് ശേഷം നമ്മൾ ഈ എഫക്റ്റ് ഇവിടേക്ക് മാറ്റി വയ്ക്കുന്നു. അനിമേഷൻ പെയിൻറ്റർ എടുക്കുന്നു. ഇതിൽ അത് നമ്മൾ എഫക്റ്റ് മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നു. വീണ്ടും അനിമേഷൻ പെയിൻറ്റർ എടുത്ത് ഇവിടെ അതും നമ്മൾ ഒന്ന് മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നു. വീണ്ടും അനിമേഷൻ പെയിൻറ്ററിൽ ലാസ്റ്റിലേതിനും. നമുക്ക് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അത് ഓക്കെ ആണ്. ഇനി നമുക്ക് വേണ്ടത് ഒരിക്കൽ കൂടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ്. നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്തു. മെനു, എഫക്റ്റ്. ഫോണ്ട് കളർ നമ്മൾ വെക്കുന്നത് യെല്ലോ ആണ്. ഷേപ്പ് ഫോർമാറ്റിൽ എഫക്റ്റിൽ നിന്നും നമ്മളൊരു ഷാഡോ എഫക്റ്റ് കൂടെ കൊടുക്കുകയാണ്. എഫക്റ്റ് മോർ ഓപ്ഷനിൽ വന്നാൽ നമുക്കൊരല്പം കൂടി അതിൽ ഡിസ്റ്റൻസ് കൊടുക്കാം. ഇപ്പോൾ അത് വന്നു. അത് സെലക്ട്, നമുക്ക് എഫക്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഈ ഒരു എഫക്റ്റ് മതി. ശരി, ഇത് കോപ്പി ചെയ്ത് നമ്മൾ ഒരു സ്ലൈഡ് കൂടെ ഇടുന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്. ഇവിടെ നമ്മൾ ട്രാൻസിഷനിൽ ഒരു മോർഫ് എഫക്റ്റ് കൂടെ കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. മെനു, എഫക്റ്റ്.
അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സ്.